ഇപ്പോഴത്തെ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ അറസ്റ്റിലായ എഡിസൺ വഴി ലഹരി എത്തിയത് 10,000-ലേറെ പേർക്കെന്ന് NCB. ഏറ്റവും കൂടുതൽ ലഹരി പാഴ്സലുകൾ അയച്ചത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ്. എഡിസന് വേണ്ടി ഇടപാട് നടത്താൻ ഡാർക്ക് നെറ്റിൽ നിരവധി ഏജന്റുമാരുണ്ടെന്നും ഇടനിലക്കാരുമായുള്ള ആശയവിനിമയം കോഡ് ഭാഷയിലൂടെയാണെന്നും NCB വ്യക്തമാക്കുന്നു. ഇടനിലക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും NCB അറിയിച്ചു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, 10,000-ലേറെ പേർക്ക് എഡിസൺ ഈ ഡാർക്ക് നെറ്റ് വഴി ലഹരി നൽകുന്നു. അതിൽ കൂടുതലും പോയത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ്. കേരളത്തിലും ഇയാളുടെ ഇടപാടുകൾ നടന്നിരുന്നോ? ഈ വിപണി, ഈ എഡിസന്റെ അല്ലെങ്കിൽ ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി സംഘങ്ങളുടെ വിപണി ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു? എവിടെ നിന്നാണ് ഇവർക്ക് ലഹരി എത്തിയത്? ഇക്കാര്യങ്ങളൊക്കെ NCBക്ക് വ്യക്തമായിട്ടുണ്ടോ? ഈ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ എഡിസൺ ബാബുവിന് ലഹരി വന്നിരുന്നത് പ്രധാനമായും UK-യിൽ നിന്നാണ്. UK-യിലെ ഗുഗിൻ എന്ന് പറയുന്ന ഇത്തരം വ്യാപാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കുറ്റവാളി അറിയപ്പെടുന്ന ഒരാളാണ്. ഇയാളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാക്കിയ ഒരാളാണ് എഡിസൺ ബാബു എന്ന് പറയുന്നത്. എഡിസൺ തൻ്റെ ജോലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം വിവിധ ജോലികൾ ചെയ്ത ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് തിരിയുന്നത്. ഹോട്ടൽ നടത്തിയിരുന്നു ആലുവയിൽ. അതിനുശേഷം കോവിഡ് സമയത്ത് അത് പൂട്ടുന്നു. പിന്നീടാണ് മൂവാറ്റുപുഴയിലെ വീട്ടിലേക്ക് താൻ ഒതുങ്ങുന്നതെന്നാണ് പോലീസിന് NCBയോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അതിനുശേഷം ആദ്യഘട്ടത്തിൽ തന്നെയും ഇയാൾക്ക് ലഹരി വ്യാപാരം നടത്തിയിരുന്നു. നേരിട്ട് ലഹരി കൊടുക്കുന്ന ഇടപാടുകാർക്ക് ലഹരി കൊടുക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം ഉണ്ടായിരുന്ന പരിചയങ്ങളാണ് പിന്നീട് ഇയാൾക്ക് സാങ്കേതികപരമായ വലിയ രീതിയിലുള്ള അറിവുണ്ട്, വിദ്യാഭ്യാസ സമ്പന്നനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ പരിജ്ഞാനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇങ്ങനെ ഒരു അന്തർദേശീയ ശൃംഖലയുടെ തന്നെ ഒരു ഭാഗമായി മാറാനായിട്ട് തയ്യാറെടുക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് ഇയാൾ കടന്നു വരികയും വലിയ രീതിയിൽ തന്നെ ഈ ലഹരി ഇടപാടുകാരനായിട്ട് മാറുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൽ UK-യിൽ നിന്ന് എത്തുന്ന ഈ പാർസലുകൾ പിന്നീട് ഈ കൊറിയറുകൾ ഇവിടെ തപാൽ വഴിയാണ് മറ്റിടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും എല്ലാം നടന്നിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും ഇയാൾ ഈ രീതിയിലെ പാർസൽ കൈകാര്യം ചെയ്തിരുന്നു. അത് ചേലാട് നിന്നാണ് ഇയാൾ അയച്ചത്. 2 പാർസലുകൾ അന്ന് അയച്ചിരുന്നു, തപാൽ വഴി അയച്ചിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ജൂൺ 28-ന് വന്നിരിക്കുന്ന ഈ പാർസലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കുറേയധികം നാളുകളായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നിരീക്ഷണത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകൾ അത് പരിമിതവുമായിരുന്നു. പക്ഷേ കൃത്യമായൊരു തയ്യാറെടുപ്പോടെ ഏതാണ്ട് 6 മാസത്തോളം ഇത്തരം നിരീക്ഷണങ്ങൾ തുടർന്നുവെന്ന് പറയുന്നു. പലരും സംഘങ്ങളായി തിരിഞ്ഞ് മൂവാറ്റുപുഴയിലടക്കം താമസിക്കുകയും പിന്നീട് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഈ ലോകത്ത് ഈ ലഹരി ഇടപാടുകളുടെ ലോകത്ത് കൃത്യമായ രീതിയിൽ തന്നെ ഇയാൾ അവിടെ മേൽവിലാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇടപാടുകൾ നടന്നിരുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസിയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇയാളെ പിടികൂടുമ്പോൾ തന്നെ ഏതാണ്ട് 35 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ ഈ അവസാന നാളുകളിൽ നടത്തിയിട്ടുണ്ട്. അതിന് മുൻപത്തെ കണക്കിലേക്കും അടക്കം നീങ്ങുകയാണ് NCB. ഏതായാലും ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളടക്കം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് NCB. അതിനുശേഷമാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നത്. കാരണം ഇയാളുടെ ഇടപാടുകാർ, ഇടനിലക്കാർ എന്നിവരെക്കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് ഇയാളിൽ നിന്ന് മാത്രമേ അത്തരം കാര്യങ്ങൾ ലഭ്യമാകൂ. ഇയാളുടെ വീട് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഈ NCB സംഘം അവിടേക്ക് പരിശോധനയ്ക്ക് എത്തുന്നത് അടുത്ത വീട് വാടകയ്ക്ക് കിട്ടും. അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാനെന്ന വ്യാജേനയാണ് ഈ സംഘം അവിടേക്ക് ഇയാളുടെ വീട് ലൊക്കേറ്റ് ചെയ്ത് എത്തുകയും പിന്നീട് അതിനകത്ത് കയറി വലിയ രീതിയിലേക്ക് പരിശോധനയിലേക്ക് അടക്കം നീങ്ങുന്നത്. ഇയാളുടെ മുറി കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ളൊരു വാർത്താ വിനിമയ സംവിധാനം, അതായത് മറ്റ് മാഫിയ കാർട്ടലുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സംവിധാനമെല്ലാം ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ട് ഇയാളത് അവിടെ ഒരുക്കിയിരുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്കും മറ്റ് അനുബന്ധ വസ്തുക്കളും എല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ പരിശോധനകൾ
തുടർന്ന് വരികയാണ്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് വീട്ടുകാർക്ക് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള അറിവും ഇല്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, തിരിച്ചു വരുന്ന ആ രീതിയിലുള്ള ഒരു ഇടപെടൽ മാത്രമേ ചുറ്റുപാടുകളുമായിട്ട് ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ താനും. ഏതായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ആവശ്യമാണ്. രാജ്യ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ഇയാൾ ഉണ്ടാക്കിയിരുന്നു. കാരണം ഈ ടയർ 1 നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മുംബൈയും ബംഗളൂരുവും പോലുള്ള വലിയ നഗരങ്ങൾ, ഡൽഹിയെ പോലുള്ള നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ഇയാൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ എല്ലാം ഇയാളുടെ ആളുകൾ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇറ്റാമലോൺ എന്ന് പറയുന്ന ആ സംഘം അത് ഇയാളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇതിൽ പ്രധാനികളുണ്ട് എന്ന് തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കരുതുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ ഇയാളുടെ കസ്റ്റഡി ആവശ്യപ്പെടും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. ഇത് അതിന് കിട്ടുന്ന മുറയ്ക്ക് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. നിലവിൽ 5ഓളം പേര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വ്യക്തമാണ്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഒരു വശത്ത് ഇതുപോലെ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടുകൾ തകൃതിയായി നടക്കുമ്പോൾ കൊച്ചി